വയനാട് ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥത നേരിട്ട കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 2 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ. സമാന ലക്ഷണങ്ങളുള്ള 337 വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിലെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഷിഗല്ല ഇപ്പോൾ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങളുടെ ഒരു അദാലത്ത് പരിപാടി കോഴിക്കോട് കാലത്തുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ വയനാട്ടിൽ പോകുന്നതാണ്. ഏതായാലും സ്ഥിതിഗതികൾ കൺട്രോൾഡാണ്, ആശങ്കയില്ല. 25 കുട്ടികളാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും സീരിയസ് അല്ല. പിന്നെ കോഴിക്കോട് നിന്ന് പോയൊരു മെഡിക്കൽ ടീം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. എങ്കിലും വളരെ കെയർഫുൾ ആവേണ്ടതാണ് ഈ രോഗം. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങളുമായി. ഫൈസൽ, മന്ത്രി നാളെ ജില്ലയിൽ എത്തുകയാണ്. എന്താണ് ഈ കുട്ടികളുടെ നിലവിൽ ആരോഗ്യസ്ഥിതി? മറ്റു വിശദാംശങ്ങൾ. ഷെയ്ഫു, ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം. 2 കുട്ടികളെയാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പനിയും ഛർദിയും തുടങ്ങിയ ലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ 337 കുട്ടികളാണ് ഇതിനോടകം വിവിധ ലക്ഷണങ്ങളോടെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിരിക്കുന്നത്. ഈ കുട്ടികളോടും ഈ കുട്ടികളുടെ രക്ഷിതാക്കളോടും ഇപ്പോൾ ജാഗ്രത പാലിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും രോഗലക്ഷണം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലായിരുന്നു വിദ്യാർത്ഥികളിൽ ഈ ഷിഗല്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഗല്ലയാണ് എന്ന് ഇന്നാണ് സ്ഥിരീകരിച്ചതെങ്കിലും വിവിധ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ വീട്ടിലും സ്കൂളുകളിലും പരിസരങ്ങളുമായിട്ടുള്ള കിണറുകളിലൊക്കെ തന്നെ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. ഇനി രക്ഷിതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ ആരോഗ്യമന്ത്രി ജില്ലയിൽ സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും DMOയും ഉൾപ്പെടെ നൽകുന്നത്.